ജുഡീഷ്യറിയുടെ പോക്ക് എങ്ങോട്ട്? സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ജഡ്ജിമാർക്കെതിരായ പരാതികൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ സംവിധാനമില്ലാത്തതാണ് ജുഡീഷ്യറിയിൽ അഴിമതി വ്യാപിക്കാൻ ഇടയാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽനിന്ന് വൻതോതിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് അമ്പരപ്പുളവാക്കിയ വാർത്തയാണ്. നവംബർ 14 ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിലുണ്ടായ തീപിടുത്തം കെടുത്താനെത്തിയ ഫയർഫോഴ്സ് ജീവനക്കാരാണ് വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് 15 കോടിയോളം വരുന്ന നോട്ടുകെട്ടുകൾ കണ്ടെടുത്തതായി ഫയർഫോഴ്സ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരം കൈമാറുകയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയം സംഭവം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ അറിയിച്ചു. തുടർന്ന് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ ചേർന്ന സുപ്രീം കോടതിയുടെ ഫുൾകോർട്ട് യോഗം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യറിക്ക് കടുത്ത മാനഹാനി സൃഷ്ടിക്കുന്ന ഈ വാർത്ത പുറത്തുവന്ന് ഏറെ കഴിയുന്നതിനു മുന്നേ സംഭവം നിഷേധിച്ച് ഡൽഹി ഫയർഫോഴ്സ് മേധാവി അതുൽ ഖാർഗെ രംഗത്തുവന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തീ അണക്കുന്നതിനിടെ സ്റ്റേഷനറി സാധനങ്ങൾ മാത്രമാണ് കണ്ടെടുത്തതെന്നും നോട്ടുകെട്ടുകൾ കണ്ടെടുത്തുവെന്ന വാർത്ത ശരിയല്ലെന്നുമാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പിന്നീട് ഈ വാർത്ത അദ്ദേഹം തള്ളി. പണം കണ്ടെടുത്തുവെന്ന റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അങ്ങനെയൊരു വാർത്ത പ്രചരിച്ചതിന്റെ സാഹചര്യമെന്ത്? സത്യാവസ്ഥ ഏറെ താമസിയാതെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. അഴിമതി നീതിന്യായ രംഗത്ത് ഒരു പുതിയ സംഭവമല്ല. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന എൻ ശുക്ല, ഒഡീഷ ഹൈക്കോടതി മുൻ ജഡ്ജി എം കുദ്സി, കർണാടക മുൻ ചീഫ് ജസ്റ്റിസ് പി ദിനകർ, മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് വി രാമസ്വാമി തുടങ്ങി ഗുരുതര അഴിമതിയാരോപണത്തിന് വിധേയരായ ഉന്നത ജഡ്ജിമാര് നിരവധിയാണ്. 2017 ലക്നൌവിലെ GCRG മെഡിക്കൽ കോളേജിന് അഡ്മിഷൻ നടത്തുന്നതിന് താൻ ഉൾപ്പെട്ട കോടതി ബഞ്ചിന്റെ വിധി തിരുത്താന് വൻതോതിൽ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു എൻ ശുക്ലയുടെ പേരിലുള്ള ആരോപണം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ശുക്ല സ്വയം രാജിവെച്ചൊഴിയുകയോ സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകുകയോ വേണമെന്ന് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ആവശ്യപ്പെട്ടു. ശുക്ല വഴങ്ങിയില്ല. തുടർന്ന് ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ജഡ്ജിമാരുടെ പാനല് അഴിമതി ശരിവെക്കുകയും ജഡ്ജിയുടെ വിശ്വാസ്യതക്കും പദവിക്കും യോജിക്കാത്തതാണ് ശുക്ലയുടെ നടപടിയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ജസ്റ്റിസ് ദീപക് മിശ്രയും പിന്നീട് ചീഫ് ജസ്റ്റിസ് പദം വഹിച്ച ജസ്റ്റിസ് രഞ്ജന് ഗൊഗോയിയും ശുക്ലയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഥയച്ചെങ്കിലും പ്രധാനമന്ത്രി അത് കണ്ട ഭാവമേ നടിച്ചില്ല. ഉന്നത ജാതിക്കാരനായ ശുക്ലയുടെ സംപരിവാര ബന്ധമാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിൽ നൂറുകണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് കർണാടക മുൻ ചീഫ് ജസ്റ്റിസ് പി ദിനകറിനെതിരെ ഉയർന്ന ആരോപണം. സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്താൻ കൊളീജിയം തയ്യാറാക്കിയ ലിസ്റ്റില് ദിനകർ സ്ഥലം പിടിച്ച ഘട്ടത്തിലായിരുന്നു ഭൂമി കുംഭകോണക്കേസ് ഉയർന്നത്. ആരോപണം സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം ലിസ്റ്റിൽ നിന്ന് ദിനകറിനെ ഒഴിവാക്കുകയും അദ്ദേഹത്തെ സിക്കിമിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ ഔദ്യോഗിക വസതിക്കായി അമിത തോതിൽ പണം ചെലവഴിച്ചതുൾപ്പെടെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ നിയമജ്ഞനാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി വി രാമസ്വാമി. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച സുപ്രീം കോടതി ജഡ്ജിമാരുടെ പാനൽ 14 കുറ്റാരോപണങ്ങളിൽ 11 ശരിവച്ചു. തുടർന്ന് പാർലമെന്റിൽ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം വന്നു. തമിഴ്നാട്ടിലെ AIADMKയുടെ പിന്തുണയിൽ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലത്തായിരുന്നു സംഭവം. എന്നാൽ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിൽ നിന്ന് അവസാന നിമിഷം കോൺഗ്രസും സഖ്യകക്ഷികളും വിട്ടുനിന്നതിനാൽ പ്രമേയം പരാജയപ്പെട്ടു. തമിഴ്നാട്ടുകാരനായ രാമസ്വാമിക്കെതിരായ പ്രമേയം പാസ്സായാല് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന AIADMKയുടെ ഭീഷണിയെ തുടർന്നായിരുന്നു കോൺഗ്രസിന്റെ പിന്മാറ്റം. ഭരണഘടനയുടെ കാവൽക്കാരനും നീതിയുടെ സംരക്ഷകനുമായി വാഴ്ത്തപ്പെടുന്ന സ്ഥാപനമാണ് ജുഡീഷ്യറി. നീതി തേടുന്ന സാധാരണക്കാരുടെ അവസാനത്തെ ആശ്രയം. ഇത്തരമൊരു സ്ഥാപനത്തിന് ചുക്കാൻ പിടിക്കുന്നവരു തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാൽ പിന്നെ ആരെ ആശ്രയിക്കും? ജഡ്ജിമാർക്കെതിരായ പരാതികൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ സംവിധാനമില്ലാത്തതാണ് ജുഡീഷ്യറിയിൽ അഴിമതി വ്യാപിക്കാൻ ഇടയാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇംപീച്ച്മെന്റാണ് നിലവിലുള്ള നടപടി. എന്നാൽ രാമസ്വാമി കേസിൽ കണ്ടതുപോലെ കേന്ദ്രഭരണം കൈയാളുന്ന പാർട്ടികളുടെ രാഷ്ട്രീയ താത്പര്യങ്ങൾക്ക് മുമ്പിൽ ഇത്തരം നിയമങ്ങൾ നോക്കുകുത്തിയാകുകയാണ്. നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിനും എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതിനും ഫലപ്രദമായ പരിഹാരം ആവശ്യമാണ്.